നമസ്കാരം. നിങ്ങൾക്ക് ഭഗവാന്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ സന്ദേശപ്രകാരം നോക്കുമ്പോൾ നിങ്ങൾക്ക് പലവിധ പ്രാർത്ഥനകൾ ജീവിതത്തിലുള്ളവരാണ്. ആ പ്രാർത്ഥനകൾ ഭഗവാൻ അല്ലെങ്കിൽ ദേവത കേട്ടിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം നിങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നിങ്ങൾ കാത്തിരിക്കുന്നതായ ആ ശുഭകരമായ വാർത്തകൾ നിങ്ങളിലേക്ക് തേടിയെത്തുന്നു എന്നാണ് പറയുവാൻ സാധിക്കുന്നത്. അതേക്കുറിച്ച് ആ സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാദേവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം, ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഒരു നിമിഷം വന്ദിക്കുക. നിങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകൾ നെഗറ്റീവായ ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നു അഥവാ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഇത്തരത്തിലൊരു അവസ്ഥയിൽ നിന്നും പുറത്ത് കടക്കുവാൻ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് സന്ദേശം. അത് നിങ്ങൾക്ക് സാധിക്കും എന്ന സാഹചര്യമാണ് കടന്നു വരാനായി പോകുന്നത്. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. പലവിധ തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നു എങ്കിൽ പോലും ആ പ്രശ്നങ്ങളെ ഭംഗിയായി തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളിലേക്ക് പണം വന്ന് ചേരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും പല തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുമുണ്ട്. അത്തരത്തിൽ ഉള്ള തടസ്സങ്ങൾ പതിയെ നിങ്ങളിൽ നിന്നും അകലും. നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ ഏതോ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉറച്ചതായ ഒരു തീരുമാനം എടുക്കുന്നതായി കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രയാസപ്പെടുന്നു എന്നും ഇപ്പോൾ എടുത്തിരിക്കുന്നതായ ഈ തീരുമാനം തന്നെ വളരെയധികം ചിന്തിച്ച് ശ്രദ്ധാപൂർവം എടുത്തതാണ് എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വിധം കെട്ടിയിട്ടതായ അവസ്ഥ നിങ്ങളിലുണ്ട് എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. ഏതോ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ സാധിക്കാത്ത വിധം നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കണം എന്നാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ബുദ്ധിപൂർവമായ അല്ലെങ്കിൽ വളരെ യുക്തിപൂർവമായ ചില നീക്കങ്ങളിലൂടെ അത്തരം കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങളിൽ നിന്നോ വിഷമതകളിൽ നിന്നോ നിങ്ങൾക്ക് പുറത്ത് കടക്കുവാൻ സാധിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഭഗവാന്റെ അനുഗ്രഹം അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായ സാഹചര്യം അവസരമാണ് ഇത് എന്ന കാര്യവും ഓർക്കണം. ഭാവിയിൽ ഗുണകരമായേക്കാവുന്നതായ ചില കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ നിങ്ങളിൽ പലർക്കും സാധിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളിലേക്ക് വരുന്നതായ ധനം അതുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്നതായ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ്മെന്റോ ആകാം. അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സൂചനയുമാകാം. ഗുണകരമായ കാര്യങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന അഥവാ സാമ്പത്തിക നേട്ടം നൽകുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കുവാൻ സാധിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതിലൂടെ നിങ്ങളിലേക്ക് ധനം അഥവാ പണം വന്ന് ചേരുന്നു എന്നും കാണുന്നു. മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കാനായി വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നതായ ഭൂമിയുമായി ബന്ധപ്പെട്ടും അഥവാ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്തതായ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടും
പണം നിങ്ങളിലേക്ക് കടന്നു വരാം എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. അത്തരത്തിൽ പല കാര്യങ്ങളിലൂടെയും ധനം വന്നു ചേരാം. ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം നിങ്ങൾ അനുഭവിക്കുന്നതായ ഏതൊരു പ്രശ്നത്തിൽ നിന്നും, ഏതൊരു വിഷമകരമായ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് തരണം ചെയ്ത് പുറത്തേക്ക് കടക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പോസിറ്റീവായി നിങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. പോസിറ്റീവായ ചിന്തകൾ അനിവാര്യമാകുന്നു. നിങ്ങളിലെ നന്മ മറ്റുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സ് മറ്റുള്ളവർ തിരിച്ചറിയുന്നതായ സാഹചര്യം കടന്നു വരും എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. ചില വ്യക്തികൾ നിങ്ങളോടൊപ്പം നിന്ന് മത്സരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നു. അത്തരത്തിൽ ചില വ്യക്തികൾ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നതാണ്. കുറച്ച് വ്യക്തികൾക്ക് അഥവാ കുറച്ച് വ്യക്തികളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു എനർജി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികളോ ആകാം. നിങ്ങൾക്കൊപ്പം എത്താൻ അവർ മത്സരിച്ച് പ്രവർത്തിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ തരണം ചെയ്യാൻ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് ഒരു വഴി തുറക്കുന്നു അഥവാ തുറന്നു നൽകാൻ പോകുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങണം എന്നും ഭഗവാൻ സന്ദേശമായി പരാമർശിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി അല്പം സമയം നിങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. നിങ്ങളിലെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇത് ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശമായി നൽകുന്നതാണ്. അതിനാൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പ്രകാശിപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരു കാര്യം നിങ്ങൾക്ക് പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കേണ്ടതായ സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം നിങ്ങൾക്ക് സമയമായിട്ടുണ്ട്. ഇപ്രകാരമാണ് കാണുവാൻ സാധിക്കുന്നത്. ആ മാറ്റം നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങൾ തുടർന്നു പോകുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം അല്ലെങ്കിൽ പ്രകടമായ മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും കാണുന്നു. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളിലുള്ള ഈ നന്മ ആഗ്രഹിക്കാത്തതായ ചില വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നതും ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. അവർ നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി നൽകുന്നു അല്ലെങ്കിൽ പാസ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഭഗവാന്റെ അനുഗ്രഹം ഏറെയുള്ള വ്യക്തികൾ ആയതിനാൽ അവർ നിങ്ങളെ മനസ്സിലാക്കും എന്നാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ പ്രാർത്ഥിച്ചതായ കാര്യത്തിന് പോസിറ്റീവായ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങൾ അനുഭവിക്കുന്നതായ ദുഃഖത്തിൽ നിന്നും ഭഗവാൻ തന്നെ നിങ്ങളെ കരകയറ്റും എന്നും ശാന്തിയും സമാധാനവും നിങ്ങളിലേക്ക് വന്നു ചേരും അഥവാ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ നേരിടുന്നതായ ആ പ്രശ്നം അത് ധനപരമാകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാകാം. എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു കടക്കുവാൻ സാധിക്കും എന്നാണ് സന്ദേശം. മനസ്സിന് ധൈര്യം അല്പം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങൾക്ക് ഏതൊരു പ്രശ്നത്തെയും തരണം ചെയ്യാൻ സാധിക്കും, തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ മുൻപോട്ടുള്ള ഉയർച്ചയെ തടയുവാൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ശ്രമിക്കുന്നു എന്നും അവർ ചെയ്യുന്നത് അവർക്ക് തന്നെ വിനയായി മാറും അല്ലെങ്കിൽ തിരിച്ചടികളായി അവർക്ക് തന്നെ വന്നു ചേരും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഏത് പരീക്ഷണ ഘട്ടവും തരണം ചെയ്യാനുള്ള ധൈര്യവും കഴിവും ഭഗവാൻ അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് പ്രദാനം ചെയ്തിട്ടുള്ളതാകുന്നു. അതിനാൽ നിങ്ങളുടെ മുൻപിലെത്തുന്ന തടസ്സങ്ങളെ
അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പരീക്ഷണഘട്ടം അവസാനിക്കുന്നു, നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങൾ ഉദ്ദേശിച്ചതായ ആ കാര്യങ്ങൾ, ശ്രമിച്ചതായ ആ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ഭഗവാൻ കൃത്യമായ സന്ദേശമായി നിങ്ങൾക്ക് നൽകുന്നുമുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുത്തതായ ആ മാർഗം ഉചിതമല്ല എന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം. അതിനാൽ ആ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അനിവാര്യമാണ് എന്നും കാണുന്നതാകുന്നു. മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ മാത്രം ആശ്രയിച്ച് ഒരിക്കലും ജീവിതവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്നും ഭഗവാൻ നിങ്ങൾക്ക് സന്ദേശമായി നൽകുന്നു. അങ്ങനെ ഒരു അഭിപ്രായം ആവശ്യമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിൽ, നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ആ ഉപദേശം സ്വീകരിക്കാം എന്നും ഭഗവാൻ സന്ദേശമായി നൽകുന്നു. എപ്പോഴും നെഗറ്റീവായ വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നും സൂചനയായി പരാമർശിക്കാം. നിങ്ങളുടെ പോസിറ്റീവായ കാര്യങ്ങളിൽ അഥവാ നിങ്ങൾക്ക് സംഭവിക്കുന്നതായ പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. തന്മൂലം നെഗറ്റീവായ ഊർജം നിങ്ങളിലേക്ക് പാസ് ചെയ്യുകയും നിങ്ങൾക്ക് നെഗറ്റീവായി വയ്ക്കുവാൻ അഥവാ നിങ്ങളെ എപ്പോഴും നെഗറ്റീവായി വയ്ക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾക്കാണ് തിരിച്ചടി വന്നു ചേരുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യേണ്ടതായ അല്ലെങ്കിൽ വന്നു ചേരേണ്ടതായ ശുഭകരമായ കാര്യങ്ങളെ ബാധിക്കുന്നു എന്നും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന സൂചന ഇതിലൂടെ അർത്ഥമാക്കാം. എന്തെന്നാൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുന്നതിനും നിങ്ങൾ വിഷമിക്കുന്നതിനും കാരണമാകുന്നു, അല്ലെങ്കിൽ അവർ അത് കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് സൂചനയായി അഥവാ സന്ദേശമായി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. ചിലർ പുറമേ ചിരിച്ച് നിൽക്കുന്നവരാണ്, എന്നാൽ അവരുടെ മനസ്സ് അപ്രകാരമായിരിക്കണം എന്നില്ല. അതായത് മനസ്സ് ശുദ്ധമായിരിക്കണം എന്നില്ല. അതിനാൽ മുൻപോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം അഥവാ മുന്നോട്ടുള്ള യാത്രയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകണം എന്നും സന്ദേശമായി പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഇത്തരം വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. അതിന് സാധിക്കും എന്നും സന്ദേശമായി പരാമർശിക്കുന്നു. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക. പോസിറ്റീവായി തന്നെ ഇരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.